എമറാൾഡ് വാസ്പിന് മുട്ടയിടണം. പക്ഷെ ചുറ്റും ശത്രുക്കളായതുകൊണ്ട് മുട്ടയും അതിൽ നിന്ന് വരുന്ന ലാർവയും സുരക്ഷിതരല്ല. അതുകൊണ്ട് മണ്ണിലൊരു കൂട് കെട്ടി അതിൽ മുട്ടയിട്ട് ആർക്കും തിരിച്ചറിയാത്ത വിധം മണ്ണ് കൊണ്ട് മൂടിയ ശേഷം പറന്നു പോകും. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. കാരണം മണ്ണിന്റെ അടിയിൽ നിന്ന് ഭക്ഷണം കിട്ടാതെ ലാർവ മരിച്ചു പോയില്ലേ. ആദ്യം അതിനുള്ള പരിഹാരം കണ്ടെത്തിയതിനു ശേഷമേ മുട്ടയിടാൻ പാടുള്ളൂ. ഇരയെ കൊന്ന് ലാർവയ്ക്ക് ഭക്ഷണമാക്കി കൂട്ടിലിട്ട് പോകുവാനും പറ്റില്ല. കാരണം അവ ചീഞ്ഞ് ഭക്ഷ്യയോഗ്യമല്ലാതായാൽ ലാർവ കഴിക്കില്ല. അത് ലാർവയുടെ മരണത്തിന് വരെ കാരണമാകും. എന്നാൽ ജീവനുള്ള ഒരു ഇരയെ പിടിച്ച് ലാർവയുടെ കൂട്ടിലിടാൻ പറ്റുമോ? തീർച്ചയായുമില്ല. കാരണം ജീവനുണ്ടെങ്കിൽ അവ ലാർവയെ കൊന്നുകളയും. അപ്പോൾ എന്താണ് വഴി? ഈ ചിന്തയോടെ നടന്നു നീങ്ങിയ എമറാൾഡ് വാസ്പിന്റെ മുന്നിൽ ഒരു പാറ്റ വന്നു പെട്ടു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, അതിനെ ആക്രമിച്ചു. ആദ്യം കടന്നൽ വെനം പാറ്റയുടെ നെഞ്ചിലാണ് കുത്തിക്കയറ്റുക. ശരീരത്തിൽ കടന്ന ഈ വെനം പാറ്റയുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീകേന്ദ്രങ്ങളായ സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോൺസിനെയാണ് ആക്രമിക്കുക. ഇതോടെ പാറ്റ അനങ്ങുവാൻ കഴിയാതെ നിൽക്കും. ഇതിനുശേഷം കടന്നൽ തന്റെ രണ്ടാമത്തെ വെനം കുത്തിക്കയറ്റുക പാറ്റയുടെ തലച്ചോറിലാണ്. തലച്ചോറിൽ കയറിയ വെനം ന്യൂറോ ഹോർമോണായ ഒക്ടോപ്പമൈനെ തടയും. ഇതോടെ പാറ്റയിലുണ്ടാവുന്ന ആക്രമണ സ്വഭാവം, പേടി, രക്ഷപ്പെടാനുള്ള ത്വര ഒക്കെ ഇല്ലാതാവും. അടുത്തതായി കടന്നല് പോയി പാറ്റയുടെ ഒരു ആന്റിന കടിച്ചു മുറിക്കും. അപകട അവസരത്തിൽ മറ്റ് പാറ്റകൾക്ക് സിഗ്നൽ അയക്കുവാനും ചുറ്റുപാട് അറിയുവാനും പാറ്റകളെ സഹായിക്കുന്നത് ആന്റിനയാണ്. ഒരു ആന്റിന നഷ്ടമായതോടെ പാറ്റകൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും. കൂടാതെ ശരീരത്തിൽ കയറിയ വെനം പാറ്റയുടെ തലച്ചോറിനെ നിയന്ത്രിച്ച് അതിനെ കടന്നലിനെ അനുസരിക്കുന്ന ഒരു സോംബിയാക്കി മാറ്റും. പിന്നീട് കടന്നൽ ശേഷിക്കുന്ന ഒരു ആന്റിനയെ പിടിച്ച് പതുക്കെ നടക്കുവാൻ തുടങ്ങും. പാറ്റയുടെ ബ്രെയിൻ ഹൈജാക്ക് ആയതുകൊണ്ട് പാറ്റ തിരിച്ച് ആക്രമിക്കാതെ അനുസരണയോടെ കടന്നലിനെ പിന്തുടരും. അങ്ങനെ ഈ പാറ്റയെയും കൊണ്ട് താൻ പുതുതായി നിർമ്മിച്ച കൂട്ടിൽ ചെന്ന് അതിൻ്റെ ശരീരത്തിന്റെ ഉള്ളിൽ മുട്ടയിടും. ശേഷം കൂടിന്റെ പുറത്തിറങ്ങിയ കടന്നൽ മണ്ണുകൊണ്ട് കവാടം മൂടി ഇവിടെ ഒരു കൂടുണ്ടെന്ന് തിരിച്ചറിയാത്ത വിധം മൂടും. ശേഷം പറന്നുപോകും. മുട്ടയിൽ നിന്ന് പുറത്തു വന്ന ലാർവ തിരിച്ച് ആക്രമിക്കുവാൻ കഴിയാത്ത എന്നാൽ ജീവനുള്ള പാറ്റയെ ഭക്ഷിച്ചു തുടങ്ങും. ഈ സമയം ലാർവ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കും. പാറ്റയുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമുള്ള ഒരു അവയവവും ഇവ ഭക്ഷിക്കില്ല. കാരണം പാറ്റ ചത്താൽ അവ ചീഞ്ഞ് കഴിക്കുവാൻ പറ്റാതെ ആകും. അത് ലാർവയുടെ മരണത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് പാറ്റയുടെ ജീവൻ നിലനിർത്തി ദിവസങ്ങളോളം അതിനെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു മുട്ടയിൽ നിന്ന് പുറത്തു വന്ന് ആദ്യമായി ലോകം കണ്ട ലാർവയ്ക്ക് എങ്ങനെയാണ് പാറ്റയുടെ പ്രധാന അവയവങ്ങൾ കഴിക്കുവാൻ പറ്റില്ല എന്ന അറിവ് ലഭിച്ചിരിക്കുക? എങ്ങനെയായിരിക്കും പരസ്പരം കാണാതെ ഈ അറിവ് തലമുറകളോളം കൈമാറുന്നുണ്ടാവുക?